എറണാകുളം തേവരയിൽ ടാങ്കർ ലോറിയിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് തെറിച്ച് ബൈക്ക് യാത്രികന് പൊള്ളലേറ്റു. കണ്ണമാലി സ്വദേശിയുടെ കൈയിലും കഴുത്തിലുമാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഇയാളെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് അവിടെ സംഭവിച്ചത്? അമൃത, ഇന്നലെ വൈകുന്നേരം ഒരു 7-7:30 മണിക്ക് നല്ല മഴയുണ്ടായിരുന്നു. കണ്ണമാലി സ്വദേശി വീട്ടിലേക്ക് പോകുന്ന കണ്ണമാലി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് എതിർ വശത്ത് നിന്ന് ഇങ്ങോട്ട് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ഒരു വാഹനം കടന്നു പോവുകയും തൊട്ടുടനെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് എന്തൊക്കെയോ വസ്തുക്കൾ തെറിക്കുകയും ഗുരുതരമായി പൊള്ളലും നീറ്റലും ഒക്കെ അനുഭവിക്കുകയും ചെയ്തത്. ഇത് അസാധാരണമായ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം ഉടനടി അവിടെ നിന്നിരുന്ന ജംഗ്ഷനിൽ നിന്നിരുന്ന പോലീസുകാരനോട് വിവരം പറയുകയും പോലീസുകാരൻ ആ വാഹനം തൊട്ടടുത്ത ട്രാഫിക് ജംഗ്ഷൻ കൊണ്ടന്നൂർ ഭാഗത്ത് വെച്ച് തടയുകയും ചെയ്തു. അവിടേക്ക് വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴാണ് ആ വാഹനത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് എന്നുള്ള വിവരം മനസ്സിലാകുന്നത്. മറ്റു ചില യാത്രികർക്ക് കൂടി ഇങ്ങനെ സമാനമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഈ ബിനീഷ് തന്നെ നമ്മോട് സംസാരിച്ച ആൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴയായതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, മുൻഭാഗത്തേക്ക് ബാഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ പൊള്ളലേറ്റില്ല. പക്ഷേ കഴുത്തിലും രണ്ട് കൈകളിലും കാര്യമായ വളരെ സാരമായ പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ തുടർ ചികിത്സകൾ നടത്തേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ കാര്യമായ പൊള്ളലേറ്റ് അദ്ദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. തുടർ ചികിത്സ എങ്ങനെ വേണമെന്ന് സംബന്ധിച്ച് ഒരു 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് പറയുന്നത്. എന്തായാലും തേവര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആശുപത്രിയിലെത്തി ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമൃത.